ഫിഫ്ത്ത് മോഡൽ ഡീൽ ചെയ്യുന്നത് പോയിന്റർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. പോയിന്റർ പറഞ്ഞാൽ ഒരു വാരിയബിൾ പോലെ തന്നെയാണ്. ഇറ്റ്സ് എ വാരിയബിൾ ഇറ്റ് സ്റ്റോർ ദ അഡ്രസ് ഓഫ് അനദർ വാരിയബിൾ. ഒരു വാരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന ഒരു വാരിയബിളിനെ നമ്മൾ എന്ത് വിളിക്കാം? പോയിന്റർ എന്ന് വിളിക്കാം. ഓക്കെ, ആ വാരിയബിൾ ഇൻറ്റിജർ ആവാം, ഫ്ലോട്ട് ആവാം, ക്യാരക്ടർ ആവാം, അറേ ആവാം, ഫംഗ്ഷൻ ആവാം, എന്തുവാ. അപ്പൊ ഒരു വാരിയബിളിന് വേറൊരു വാരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു വാരിയബിളിനെ നമ്മൾ എന്ത് വിളിക്കും? പോയിന്റർ എന്ന് വിളിക്കും. ഇപ്പൊ ഈ സൈസ് ഓഫ് ദ പോയിന്റർ ഡിപ്പെൻസ് ഓൺ ദ ആർക്കിടെക്ചർ. ആർക്കിടെക്ചറിനനുസരിച്ച് മാറും. ഇപ്പൊ 32-bit ആർക്കിടെക്ചറുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അതിന്റെ ബൈറ്റ് 2 ബൈറ്റ് ആയിട്ടൊക്കെ ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു n എന്ന് പറഞ്ഞൊരു n ഈക്വൾ 10, INT n ഈക്വൾ 10 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും n എന്ന് പറഞ്ഞൊരു വാരിയബിൾ ആണ്. വാരിയബിളിൽ വാല്യൂ 10 ആണെന്നുള്ളത്. പക്ഷെ നമുക്ക് അറിയില്ല ഇത് മെമ്മറിയിൽ എവിടെ പോയി സ്റ്റോർ ചെയ്യണം എന്നുള്ളത്, അല്ലെ? അപ്പൊ ഇപ്പൊ എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അപ്പൊ n എന്ന് പറഞ്ഞ വാരിയബിൾ എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ അഡ്രസ് ആയിരിക്കും പിയിലേക്ക് സ്റ്റോർ ആവുണ്ടാവുക. എങ്ങനെ ചെയ്യാം? നമുക്കൊരു പോയിന്റർ മനസ്സിലാക്കാൻ സ്റ്റാർ യൂസ് ചെയ്യും. സ്റ്റാർ സിമ്പിൾ യൂസ് ചെയ്താലാണ് നമുക്കൊരു പോയിന്റർ ആണ്, അത് വാരിയബിൾ അല്ല, അത് പോയിന്റർ ആണെന്ന് മനസ്സിലാക്കാൻ സ്റ്റാർ യൂസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഒരു വാരിയബിളിന്റെ മുന്നിൽ നമ്മൾ സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൽ വെക്കാം പോയിന്റർ. ഇനി നമുക്ക് അതിന്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആംബസെന്റ് n കൊടുക്കുക. ആംബസെന്റ് n കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ അതിലേക്ക് കിട്ടും. ഓക്കെ, ഞാൻ അതിന്റെ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, കൺസിഡർ ദിസ് ഹാഷിംഗ് ഡിസ്ട്രി ഡോട്ട് എച്ച് void main n equal to 10 star p. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? p equal to ആംബസെന്റ് n. നമ്മൾ n-ന്റെ വാല്യൂ നമ്മൾ ഇതിലേക്ക് പിയിലേക്ക് അസൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതായത് n എന്നുള്ള വാല്യൂവിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ അഡ്രസ് ആയിരിക്കും ഈ p സ്റ്റോർ ആവുന്നത്. അപ്പൊ നമുക്ക് വാല്യൂ ഓഫ് n കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് 10 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡയറക്ട്ലി n പ്രിന്റ് ചെയ്യുക ചെയ്യാം, അല്ലെ? അഡ്രസ് ഓഫ് p, അതായത് പിന്റെ എവിടെയാണോ n കിടക്കുന്നത് എന്നുള്ള ആ അഡ്രസ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആൻഡ് p കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പിയുടെ അഡ്രസ് കിട്ടും. പി എവിടെയാണോ എന്ത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്തെന്നുള്ളത്, അല്ലെ? ഇനി പിന്റെ വാല്യൂ, അതായത് എന്ത് വാല്യൂ ആണ് പി സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എവിടെ കാണാം? പിന്റെ വാല്യൂ എന്താണ്? പി ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് ആ പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഉള്ളിലുള്ള വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ സ്റ്റാർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ 10 കിട്ടും. ഒന്നുകൂടി കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു വാരിയബിളിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ വേറൊരു വാരിയബിളിന്റെ അഡ്രസ് ആണ് കൊടുക്കുന്നത്. ആ കോൺസെപ്റ്റിനാണ് എന്ത് പറയാ? പോയിന്റർ എന്ന് പറയാ. ഓക്കെ, ഇപ്പൊ ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ കണ്ട പോയിന്ററിൽ എപ്പോഴും സ്റ്റോർ ചെയ്യുന്ന ഒരു അഡ്രസ് ആയിരിക്കും. ആ അഡ്രസ് പോയിന്റ് ചെയ്യുന്ന ഒരു വാല്യൂവിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ആ വാല്യൂ എന്ന് പറഞ്ഞ ഒരു വാരിയബിളിന്റെ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാരിയബിൾ ഇപ്പൊ n ആണ് വിചാരിച്ചോ, അതിന്റെ വാല്യൂ 10 ആണ്. അത് അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഏതിലേക്കാണ്? പോയിന്ററിലേക്കാണ്. അതിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് പോയിന്ററിലേക്കാണ് പി എന്ന് വിചാരിച്ചോളൂ. അപ്പോ പിയിൽ എന്തായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? ഈ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഈ അഡ്രസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ വാല്യൂ ആക്സസ് ചെയ്യാം. അതാണ് ഇപ്പൊ കാണിച്ചത്. അപ്പൊ നമ്മൾ n ഈക്വൽ 10, അതുപോലെ ഇന്റ് സ്റ്റാർ പി കൊടുത്തു, പി ഈക്വൽ ടു ആംബസെന്റ് n, അതായത് എന്നിന്റെ അഡ്രസ് നമ്മൾ പിയിലേക്ക് കൊണ്ട് സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? n കിട്ടണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വാല്യൂ ഓഫ് n പ്രിന്റ് ചെയ്താൽ മതി, അല്ലെ? അഡ്രസ് കിട്ടണമെങ്കിലോ പിയുടെ അഡ്രസ്, അല്ലെങ്കിൽ അഡ്രസ് ഓഫ് n എന്ന് വിചാരിക്കുക. അഡ്രസ് ഓഫ് എന്നിന്റെ അഡ്രസ് എവിടെയാണെന്നുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? ആരുടെ കയ്യിലുണ്ട് അത്? പിയുടെ കയ്യിലുണ്ട്, അല്ലെ? അപ്പൊ ആൻഡ് പി കൊടുത്താൽ മതി. അതായത് പിന്റെ അഡ്രസ് എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആൻഡ് പി കൊടുത്താൽ മതി. അതുപോലെ പിയുടെ വാല്യൂ എന്താ, അതിന്റെ വാല്യൂ എന്താണെന്നുള്ളത് ഡയറക്റ്റ് പി ആയിട്ട് പ്രിന്റ് ചെയ്യാം. ഇനി ആ അഡ്രസ്സിൽ നിൽക്കുന്ന വാല്യൂ, അതായത് വാല്യൂ ഓഫ് n എന്താ, എന്നിന്റെ വാല്യൂ എന്താന്നുള്ളത് കണ്ടുപിടിക്കാൻ ത്രൂ പോയിന്റർ നമുക്ക് എങ്ങനെ ചെയ്യാം? സ്റ്റാർ പി കൊടുക്കുകയാണ്. ഓക്കെ, ആംബസെന്റ് പി കൊടുത്ത അഡ്രസ് കിട്ടും, സ്റ്റാർ പി കൊടുത്ത അതിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് പോയിന്റിനെ കുറിച്ച് അറിയേണ്ടത്. ഇനി നമുക്കൊരു ചെറിയ പ്രോഗ്രാം ചെയ്യാം. അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് യൂസിങ് പോയിന്റർ. പോയിന്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. അതിൽ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് യൂസിങ് പോയിന്റർ. ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യണം? 2 നമ്പേഴ്സ് വേണം. വേണ്ട, 2 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ 2 വാരിയബിൾസ് വേണം. അപ്പൊ ഞാൻ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞ 2 വാരിയബിൾസ് എടുത്തു. ഇതിന്റെ രണ്ടിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് ആര് വേണം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യാൻ പോയിന്റർ ആവശ്യമുണ്ട്. അപ്പൊ 2 പോയിന്റേഴ്സ് എടുത്തിട്ടുണ്ട്, സ്റ്റാർ പിയും സ്റ്റാർ ക്യൂവും. പിന്നെ നമുക്ക് ഇത് ആഡ് ചെയ്ത് കിട്ടാനുള്ള വാല്യൂവിന് വേണ്ടിയിട്ട് സമ്മ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യൂസറിനോട് ചോദിച്ചു 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യൂ എന്ന് പറഞ്ഞു. നമ്മൾ ആ നമ്പേഴ്സ് ഫസ്റ്റും സെക്കൻഡും എൻ്റർ ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? പിയിലേക്കും ക്യൂയിലേക്കും അതിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാണ്. ഇങ്ങനെ ആംബസെന്റ് ഫസ്റ്റ്, ആംബസെന്റ് സെക്കൻഡ് എന്ന് പറഞ്ഞു കൊടുത്താൽ ആൻഡ് ആംബസെന്റ് സിമ്പലിന്റെ പേര് എന്താണ്? അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്നാണ്. ഈ ആംബസെന്റ് ഇതിനെ യൂസ് ചെയ്യുന്ന കൺഫ്യൂഷൻ വേണ്ട. ആംബസെന്റ് ഉദ്ദേശിക്കുന്നത് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ആണ്. അതായത് ഫസ്റ്റിന്റെ അഡ്രസ് കൊണ്ട് പിയിലേക്ക് സ്റ്റോർ ചെയ്യുക, സെക്കൻഡ് പറഞ്ഞ വാരിയബിളിന്റെ അഡ്രസ് ഓഫ് വാല്യൂ കൊണ്ടിട്ട് ക്യൂവിൽ സ്റ്റോർ ചെയ്യുക. ഇനി നമുക്ക് ഇതില്
എന്ത് ചെയ്താൽ മതി? ഇപ്പൊ നമുക്ക് പിയും ക്യൂവും കിട്ടി അല്ലെ? പിയും ക്യൂവും കിട്ടി, അഡ്രസ് നമുക്ക് സ്റ്റോർ ആയി. ഇനി എനിക്ക് ഈ ഒരു പോയിന്ററിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്റ്റാർ പി യൂസ് ചെയ്താൽ മതി അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് ആംബസെന്റ് യൂസ് ചെയ്താൽ നമുക്ക് അഡ്രസ് കിട്ടും, സ്റ്റാർ യൂസ് ചെയ്താൽ നമുക്ക് വാല്യൂ കിട്ടും. അപ്പൊ നമുക്കിവിടെ വാല്യൂ ആണ് കിട്ടും, നല്ല അഡീഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ സം ഈക്വൽ ടു സ്റ്റാർ പി പ്ലസ് സ്റ്റാർ ക്യൂ. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്താണ് എൻ്റർ ചെയ്തിരുന്നത് ഫസ്റ്റും സെക്കൻഡും, അത് ഓട്ടോമാറ്റിക്കലി പിയിൽ അഡ്രസ് ആയിട്ടും കിടക്കുന്നുണ്ടാവും, അതേപോലെ അഡ്രസ് റെപ്രസെന്റ് ചെയ്ത് വാല്യൂവും കിടക്കുന്നുണ്ടാവും. ഇനി നമ്മളിത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ആഡ് ചെയ്യാൻ ഞാൻ ഒരു 10ഉം സോറി സോ നമുക്ക് സം ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറയുന്നത് 32 കിട്ടി. ഓട്ടോമാറ്റിക്കലി ഇറ്റ് വർക്ക്ഡ്. ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മളിവിടെ അഡ്രസ്സിനെ എടുക്കാൻ സ്റ്റാർ നമ്മൾ എന്ത് ചെയ്തു? ആൻഡ് യൂസ് ചെയ്തു. ആൻഡ് നമുക്ക് വാല്യൂ കിട്ടണമെങ്കിൽ സ്റ്റാർ പി യൂസ് ചെയ്തു, സ്റ്റാർ വാല്യൂ യൂസ് ചെയ്തു. അപ്പോ നേരത്തെ എക്സാമ്പിൾ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വാരിയബിളിന്റെ വാല്യൂ ആണ് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഈ അഡ്രസ് എന്നിന്റെ അഡ്രസ് കണ്ടുപിടിക്കാൻ നമ്മൾ ആൻഡ് പി യൂസ് ചെയ്തു. ബിക്കോസ് പിയിലാണ് എന്നിന്റെ അഡ്രസ് കിടക്കണം. അതേപോലെ പിന്റെ വാല്യൂ എന്താ പിയിൽ കിടക്കണം സ്റ്റോർ ചെയ്ത വാല്യൂ എന്ന് പറയാൻ ഡയറക്റ്റ് ആയിട്ട് പി പ്രിന്റ് ചെയ്യാം. ഇനി ഈ പി പോയിന്റ് ചെയ്യുന്ന വാരിയബിളിന്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റാർ പി യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇനി നമുക്ക് അറേസ് എന്നുള്ള കോൺസെപ്റ്റിൽ പോയിന്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? അറേ കൊടുക്കുന്നുണ്ട്. അറേ ഇതൊരു 5 എലമെന്റ് ഉള്ള അറേയാണ്. നമ്മൾ പെർട്ടിക്കുലർലി ഒരു സൈസ് ഒന്നും കൊടുത്തിട്ടില്ല. 10, 20, 30, 40, 50 ഇൻഡെക്സ് 0 മുതൽ 4 വരെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇൻറ്റ് ഐ എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ലൂപ്പിലൂടെ കറങ്ങണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനി എ എന്ന് പറഞ്ഞ അറേയുടെ അഡ്രസ്, അതായത് സ്റ്റാർ പി ഈക്വൽ ടു എ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താ? എയുടെ വാല്യൂസ് ഒക്കെ പിയുടെ വാല്യൂവിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? അറേ കണ്ടന്റ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ പി പ്ലസ് ഐ, അതായത് നമുക്ക് ആഡ് ചെയ്യാണല്ലോ ചെയ്യേണ്ടത്, പ്രിന്റ് ചെയ്യാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റാർ പി പ്ലസ് ഐ എന്ന് കൊടുത്തതിന് ഓട്ടോമാറ്റിക്കലി അതിലുള്ള 10, 20, 30, 40, 50 എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ കൂടെ വന്നു ചേർന്നോളും. അപ്പോ 10, 20, 30, 40 എന്നുള്ള വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇവിടെ നമ്മൾ എയുടെ വാല്യൂ നമ്മൾ ആംബസെന്റ് വെച്ച് ചെയ്തില്ല. ബിക്കോസ് അറേസിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ വാല്യൂ നമ്മൾ പിയിലേക്ക് അസൈൻ ചെയ്യാണ് ചെയ്ത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പി നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് ഈ ഐ ഒന്ന് കളഞ്ഞു നോക്കാം, എന്താ വരിക എന്ന് ജസ്റ്റ് നോക്കാം. അപ്പൊ എന്ത് മാത്രമേ വന്നുള്ളൂ? ആദ്യത്തെ വാല്യൂ മാത്രമേ അവിടെ പ്രിന്റ് ആയുള്ളൂ. നമുക്കത് മാറി ഓരോ പ്രാവശ്യം ഓരോ വാല്യൂ വരാൻ, അതായത് ആദ്യത്തെ എല്ലാ വാല്യൂസുകളും വരാൻ വേണ്ടി പ്ലസ് ഐ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കണം. ബിക്കോസ് നമുക്കറിയാം അറേ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ആണ്. സോ അടുപ്പിച്ചായിരിക്കും ഈ സ്റ്റാർ പിയുടെ കൂടെ വാല്യൂസ് ഉണ്ടാവുക. അതായത് ചെറിയ ചെറിയ വാല്യൂസ് മാത്രമേ ചേഞ്ച് വരുള്ളൂ. ഇപ്പൊ 46 നിൽക്കണമെന്നുണ്ടെങ്കിൽ 46 പ്ലസ് ഐ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ 1 or 2 ബേസ്ഡ് ഓൺ ദ വാല്യൂ ആയിരിക്കും അത് കൂടിയിട്ടുണ്ടാവുക. അങ്ങനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറേയുടെ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അറേയുടെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും എഴുതി വെച്ച് മാർക്ക് വാങ്ങിക്കാം. ഓക്കെ.